സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോ. അതായത് മമ്മൂക്കയെ പറ്റി നമ്മൾ കുറച്ചധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയുടെ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന സിനിമയെ പറ്റിയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ മമ്മൂക്കയുടെ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്കയുടെ കഥാപാത്രം അത് വില്ലനാണോ നായകനാണോ ആരാണെന്ന് പ്രതിനായകനാണോ ആരാണെന്നൊന്നും അറിയാത്ത രീതിയിൽ വളരെയേറെ ഒരു സസ്പെൻസോട് കൂടി തന്നെയാണ് അതിൻ്റെ ടീസറും പുറത്തേക്ക് വന്നത്. അതിന് പിന്നാലെ മമ്മൂക്കയുടെ പല ഇൻ്റർവ്യൂസും ഒക്കെ നമ്മൾ കാണാൻ ഇടയുണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ ഇൻ്റർവ്യൂവിലൊക്കെ മമ്മൂട്ടി പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ നടനല്ല, അല്ലെ ഞാൻ നായകനല്ല, ഞാൻ വില്ലനുമല്ല, ഞാൻ പ്രതിനായകനാണ് എന്നുള്ള രീതിയിലൊക്കെ മമ്മൂക്ക പറയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ വിനായകന്റെ ആ ഒരു റോളാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാക്കപ്പെടുന്നത്. വിനായകനെ മമ്മൂക്കയാണ് ഈ സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നും മമ്മൂക്ക വിനായകനെ ചേർത്ത് പിടിക്കുന്നതുമായിട്ടുള്ള വീഡിയോസും അതേപോലെയുള്ള കാര്യങ്ങളും ഒക്കെയാണ് സോഷ്യൽ മീഡിയ ഇന്ന് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുതന്നെയാണ് കൂടുതലും ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വിനായകൻ മമ്മൂട്ടിയെ പറ്റി പറയുന്ന മമ്മൂട്ടി വിനായകനുമായിട്ട് എങ്ങനെയാണ് ബന്ധമുണ്ടായിരുന്നതെന്ന് പറയുന്ന ഒരു വീഡിയോ. ആ വീഡിയോയിൽ കുറച്ച് ഭാഗം കോപ്പിറൈറ്റിന്റെ ഭാഗമായിട്ട് മ്യൂട്ടായി പോയിട്ടുണ്ട്. ക്ഷമിക്കുക, ആ ഭാഗം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കാത്തതിൽ. അപ്പോൾ അതിൽ മമ്മൂട്ടിയെ പറ്റി വിനായകൻ പറയുന്നത്, മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ വളരെ ഫ്രീ ആണ്. മമ്മൂക്ക എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് എന്നെ ചേർത്ത് പിടിക്കും, എൻ്റെ അടുത്ത് അടുത്തിരിക്കാൻ പറയും, പക്ഷെ അടുത്ത് പോകാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല. അത്രയധികം ഓറയാണ് ആ പുള്ളിയുടെ ആ ഒരു വ്യക്തിയുടെ അടുത്തുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് അടുത്തേക്കൊന്നും ഇരിക്കാൻ പോലും അല്ലെ അടുത്തേക്കൊന്നും നോക്കാൻ പോലും പറ്റില്ല. അമ്മാതിരി എനിക്ക് പേടിയായിരുന്നു എന്നാണ് പറയുന്നത്. ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ എനിക്കെന്തോ പേടിയാണ്. വല്ലാത്തൊരു ശക്തി അയാളുടെ കൂടെ ഉണ്ടെന്നാണ് ഈ വിനായകൻ മമ്മൂക്കയെ പറ്റി പറഞ്ഞത്. നമുക്കറിയാം വിനായകൻ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയ വിനയായ വിനായകൻ തന്നെയാണ്, അല്ലെ നായകൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ വിനയായിട്ടുള്ള വിനായകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാളുടെ ജീവിതത്തിൽ അയാൾ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള സമൂഹത്തിൽ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ അയാൾ ചെയ്തോട്ടെ, പക്ഷേ അയാളുടെ ഉള്ളിൽ നല്ലൊരു നടനുണ്ട്, അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലൊരു നടനുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടി അയാളെ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അയാളെ തിരഞ്ഞെടുത്തത്. മമ്മൂട്ടി തന്നെയാണ് അയാളെ ചൂസ് ചെയ്തതെന്നും മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന സിനിമയുടെ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ്റെ അണ്ടറിലാണ്, വേഫറർ ഫിലിംസിൻ്റെ അണ്ടറിലാണ് ഈ സിനിമ വരുന്നത്. അപ്പം അങ്ങനെയുള്ളപ്പോൾ തന്നെ മമ്മൂട്ടി വിനായകനെ പോലെയുള്ളൊരു നടനെ തിരഞ്ഞെടുത്തതും വലിയ ചർച്ചയാക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? വിനായകൻ്റെ ജാതിയും മതവും ഒക്കെ വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. അത് ജാതിയും മതവും നോക്കുന്ന ഉന്നത കുലജാതൻ എന്ന് വിചാരിക്കുന്ന സവർണ തമ്പ്രാക്കന്മാർക്ക് അതൊരു വലിയ കാര്യവും, മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നൊരു മനുഷ്യ സ്നേഹിക്കാത്ത ഒരു വലിയ കാര്യമൊന്നുമല്ല. മമ്മൂട്ടി ആ സിനിമയുടെ ഒരു ഡേയിൽ വന്നപ്പോൾ, ഈവെന്റിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ മമ്മൂട്ടി എന്താണ് പറയുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പം ഞാൻ കണ്ട കുറച്ച് അധികം പോസ്റ്റുകളുണ്ട്. അതിൽ വിനായകൻ്റെ ഒരു പോസ്റ്റിൽ പറയുന്നത്, ഭയങ്കര ഓറയാണ് മമ്മൂട്ടിക്ക്, പുള്ളി എന്നെ പിടിച്ചടുത്തിരുത്തും, പക്ഷേ ഞാൻ എണീറ്റ് ഓടിക്കളയും, വിനായകൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ പോസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ വേറെ കുറേ കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടു. അതായത് അയാളുടെ വ്യക്തി ജീവിതം എന്തായി പോട്ടെ, ക്യാമറയ്ക്ക് മുന്നിൽ പക്ഷേ ഇയാൾ തീയാണ്. പിന്നെ വേറൊരു കാര്യം, അതായത് ഒരു ചേർത്ത് പിടിക്കൽ വിനായകൻ ആവശ്യമായിരുന്നു, ആ ചേർത്ത് പിടിക്കൽ മമ്മൂട്ടി നൽകി. ഏത് രീതിയിൽ ഒരാളെ സ്നേഹിക്കണമെന്നും ഏത് രീതിയിൽ അയാളെ കൂടെ കൊണ്ട് നടക്കണമെന്നും മമ്മൂക്കയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയും വിനായകനെ മമ്മൂക്ക ചേർത്ത് പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പല പോസ്റ്റുകളിലും വരുന്നത്. അപ്പോൾ ഇതിലൊക്കെയും മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യനെ, ആ ഒരു മനുഷ്യ സ്നേഹിയാണ് നമ്മൾ കാണുന്നത്. വേറെ പോസ്റ്റിൽ, അതായത് മമ്മൂക്കയുടെ ഒരു ഇൻ്റർവ്യൂ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൽ ഒരു അവതാരിക ചോദിക്കുന്നുണ്ട്, മമ്മൂട്ടിയെ പറ്റി ഒരാളൊരു കഥ എഴുതുമ്പോൾ, അല്ലെ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ടൊരു സിനിമയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അതെങ്ങനെയായിരിക്കണം, ആ സ്ക്രിപ്റ്റ് എങ്ങനെ എഴുതിയാൽ മമ്മൂട്ടി അഭിനയിക്കും, അതെന്താണ് മമ്മൂട്ടി എങ്ങനെയാണ് അത് ചൂസ് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ മമ്മൂട്ടി പറയുന്നൊരു ഉത്തരമുണ്ട്, എനിക്ക് വേണ്ടി കഥ എഴുതുമ്പോൾ ഒരിക്കലും എന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് കഥ എഴുതരുത്. അങ്ങനെ ചെയ്താൽ ആ കഥാപാത്രം ഞാനായി പോകും. ആ കഥാപാത്രം എന്താണോ അതിനെ അതുപോലെ എഴുതുക, എങ്കിൽ മാത്രമേ എനിക്ക് ആ കഥാപാത്രത്തെ കൃത്യമായി ക്യാപ്ചർ ചെയ്യാനാകൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് മമ്മൂക്ക ആ ഒരു കാര്യം പറയുന്നത്. അതായത് അയാളെ ഒരു മനസ്സിൽ കണ്ടുകൊണ്ട് കഥ എഴുതി കഴിഞ്ഞാൽ ആ കഥയിൽ മുഴുവനും അയാൾ തന്നെയായിരിക്കും. എന്നാൽ അത് വേറൊരു വ്യക്തിക്ക് വേണ്ടി എഴുതിയൊരു കഥയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ സാധിക്കും, എൻ്റെ കഴിവ് എനിക്ക് അവിടെ തെളിയിക്കാൻ സാധിക്കും എന്നാണ് മമ്മൂക്ക പറയുന്നത്. അങ്ങനെയുള്ള കുറേ വീഡിയോസ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ ഒന്ന് പങ്കുവെക്കാം. ഇനി ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ, ഒരു അവസാനമായിട്ടാണേ ഇന്നത്തെ. ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കളങ്കാവില് ഏറ്റവും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നു. ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്നു. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ഞാൻ ചോദിക്കുകയാണ്, എളുപ്പപ്പണി, ഞാൻ ഇങ്ങനത്തെ ഒരു കഥ എഴുതിക്കൊണ്ട് വന്നാലായിരിക്കും എനിക്ക് മമ്മൂക്ക ഇംപ്രസ് ചെയ്യാൻ പറ്റുന്നത്? കഥ ഉണ്ടാവുമ്പോഴും എഴുതുമ്പോഴും ഒരിക്കലും എൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതരുത്. ഇല്ല, എൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയാൽ ഞാനായിപ്പോവും കഥാപാത്രം മാത്രമേ എഴുതാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ പടങ്ങൾ ഉണ്ടാവുള്ളൂ. പിടികിട്ടിയ
ഞാനൊരു മാസ്റ്റർ ക്ലാസ് അറ്റൻഡ് ചെയ്ത് എപ്പോഴും കോൺവെർസേഷൻ അവസാനിക്കുന്ന പോലെ കണ്ടില്ലേ, വ്യക്തമായ ചോദ്യവും അതിന് കൊടുക്കുന്ന വ്യക്തമായ ഉത്തരവും. ഒരിക്കലും എന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് സിനിമ എഴുതരുത്, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എനിക്കത് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് ആ മനുഷ്യൻ പറയുന്നത്. വല്ലാത്തൊരു ജിന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം വിനായകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മമ്മൂക്ക സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ വൈറലാവുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് സൈഡിൽ നോക്കി അറിയാൻ പറ്റും, മമ്മൂക്കയൊക്കെ ഒരു ഇവൻറ്റിൽ പങ്കെടുക്കാനായിട്ട് വരുന്ന കുറച്ച് വീഡിയോസാണ് കാണുന്നത്. അപ്പോൾ അതിലെന്താണ് മമ്മൂക്ക പറയുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. സംസാരിക്കാൻ അറിയില്ല, അറിയാലോ. ലൈഫിൽ നടക്കുന്ന ചില സംസാരിക്കാൻ അറിയില്ലെങ്കിലും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. ഇനി ഉണ്ടാവില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ആർക്കും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നണം. അത്ര ഭാഗ്യമുള്ളവനായി വിനായകൻ. സന്തോഷം. രണ്ട് വാക്കിലെല്ലാം ഒതുക്കിയല്ലേ? ബാക്കി ഞാൻ പറയാം. ഈ ക്ലാസ്സിൽ കുസൃതി കാണിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ടാവും. പക്ഷേ കുസൃതി കാണിക്കുന്നവരോട് നമുക്കൊരു വാത്സല്യം തോന്നും. അങ്ങനത്തെ ഒരു കുസൃതിക്കാരനാണ് വിനായകൻ. വിനായകൻ ഒരുപാട് കുസൃതികൾ കാണിക്കുമെങ്കിലും ഒരു വാത്സല്യം നമുക്ക് എല്ലാവർക്കും ഇയാളുടെ സിനിമ കാണുമ്പോൾ തോന്നിപ്പോ ഇത് നമ്മൾ അല്ലാതെ കാണുന്ന വിനായകനാണോ എന്ന് തോന്നിപ്പോ. പക്ഷെ അല്ലാത്ത കാണുന്ന വിനായകനും ഇതിനേക്കാളും നല്ലതാണ്, ശരിക്കും കാണാഞ്ഞിട്ടാണ് അല്ലേ? സുഹൃത്തുക്കളെ, മമ്മൂക്ക പറയാൻ നിങ്ങൾ കണ്ടില്ലേ? അതായത് നമ്മൾ ശരിക്കും സിനിമയിൽ നമ്മുടെ ഒരു ക്ലാസ്സിൽ കുസൃതി കാണിക്കുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ടാവും. എന്നാൽ ആ കുട്ടികളോട് ആ സമയത്ത് ദേഷ്യപ്പെടുമെങ്കിലും നമ്മുടെ ഉള്ളിൽ ആ കുട്ടികളുടെ ഒരു സ്നേഹം കാണും. ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠൻ എന്ന നിലയിലൊക്കെ നമുക്ക് സ്നേഹം കാണും. എന്നാൽ ആ കുട്ടി നമുക്കൊന്ന് അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ അതിനെപ്പറ്റി അടുത്തറിയാത്തത് കൊണ്ടാണ് പല കാര്യങ്ങളും നമ്മളിങ്ങനെ ചിന്തിക്കുന്നത്. ഇത് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും എനിക്കിങ്ങനെ കുളിര് കോരി ഇറങ്ങുന്നുണ്ട്. കാരണം ഒരു ചേർത്ത് പിടിക്കലാണ് നമ്മളവിടെ കാണുന്നത്, ഒരു കരുതലാണ് നമ്മളവിടെ കാണുന്നത്. മമ്മൂട്ടി എന്ന് പറയുന്നൊരു നടൻ, വിനായകൻ എന്ന് പറയുന്നൊരു നടനെ ചേർത്ത് പിടിച്ചതല്ല അവിടെ നമ്മൾ കാണുന്നത്. മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ, വിനായകൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ ചേർത്ത് പിടിച്ചാണ് അവിടെ കാണുന്നത്. അവിടെ ജാതിയില്ല, മതമില്ല, നിറമില്ല, മണമില്ല, ഒന്നുമില്ല. ജാതിയുടെ ഒരു അതിർവരമ്പുകളെയും മമ്മൂട്ടി മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു അതിർവരമ്പുകളും ഇവിടെ ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് സംസാരിക്കുന്നത്. സവർണ തമ്പ്രാക്കന്മാരെന്ന് പറഞ്ഞുകൊണ്ട് കയറിയിരിക്കുന്ന വലിയ മച്ചാന്മാരൊക്കെ ഉണ്ടല്ലോ, വലിയ ചാണക ഗോമൂത്രം തീനികളൊക്കെ ഉണ്ടല്ലോ, നീയൊക്കെ ഇത് കണ്ടു പഠിക്കണം. മമ്മൂട്ടി എന്ന് പറയുന്നൊരു മഹാനടൻ ആ വിനായകനെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ആ ഒരു ജ്യേഷ്ഠൻ്റെ ഒരു കരുതൽ പോലെ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് പ്രധാന കാര്യം. മമ്മൂക്ക അവിടെ പറയുന്നൊരു കാര്യം, സംസാരിക്കാൻ അറിയില്ലെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ അഭിനയിക്കാൻ അറിയാമെന്നാണ് മമ്മൂക്ക അവിടെ പറയുന്നത്. മമ്മൂക്കയുടെ ബാക്കി വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കാം. നായകൻ വിനായകനാണ്. നമ്മൾ അങ്ങനെ തന്നെയാണ് പോസ്റ്ററിൽ ഇട്ടിരിക്കുന്നത്. ഈ പോസ്റ്റർ കണ്ടില്ല. വിനായകനാണ് നമ്മുടെ സിനിമയിലെ നായകൻ. ഞാൻ നായകനാണ്, പക്ഷെ പ്രതിനായകൻ. ഇത്രയും കാലം എൻ്റെ എല്ലാ സിനിമാ കസർത്തുകളും സ്വീകരിച്ച ഈ പ്രേക്ഷകരെ വിശ്വസിച്ച് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു കഥാപാത്രം ഏറ്റെടുക്കാൻ ധൈര്യപ്പെട്ടത്. എൻ്റെ ആത്മവിശ്വാസത്തിന് നിങ്ങൾ കൂട്ടുനിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കഴിഞ്ഞ 45 വർഷമായി നിങ്ങളെ വിശ്വസിച്ച് മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങളെ രസിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിലനിൽക്കുന്നത്. ഇനി അങ്ങോട്ട് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സദസ്സിൽ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. എൻ്റെ ഞാൻ സിനിമ തുടങ്ങിയ കാലത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ, ജോഷിയും ജൂബിലി ജോയും ഒക്കെ ഇതിനകത്തൊരു വലിയ, ഇന്നത്തെ ഈ ദിവസത്തിൽ എനിക്ക് വളരെ സന്തോഷകരമായിരുന്ന അവരുടെ സാന്നിധ്യം. കണ്ടില്ല, ഈ ഒരു വീഡിയോയിലെല്ലാം നമ്മൾ കാണുന്നത് മമ്മൂക്കയുടെ ഒരു ചേർത്ത് പിടിക്കലും മമ്മൂക്കയുടെ ഒരു സ്നേഹവും ഒക്കെയാണ്. ആ വിനായകനോടുള്ള മമ്മൂക്കയുടെ സ്നേഹം, അതിന് ജാതിയുടെ അതിർവരമ്പുകളോ ജാതി എന്നുള്ളൊരു പേരോ അല്ലെ ജാതി അങ്ങനെ ഒരു സാധനവും ഇല്ല മമ്മൂക്കയുടെ മുൻപിൽ. അതാണ് മനുഷ്യൻ, ഇതാണ് മനുഷ്യത്വം. ഈ രീതിയിലാണ് എല്ലാവരും ചിന്തിക്കേണ്ടത് എന്നുള്ളത് കാണിച്ചു തരികയാണ് നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം മൂത്തോൻ, നമ്മുടെ എല്ലാവരുടെയും മമ്മൂക്ക. നമ്മുടെ എല്ലാവരുടെയും എത്രയും മേൽ പ്രിയപ്പെട്ടതാകാമോ അത്രയും മേലൊക്കെ പ്രിയപ്പെട്ട മമ്മൂക്ക എന്ന് പറഞ്ഞൊരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരിക്കും ഈ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയിൽ കൂടി കാണാൻ പോകുന്നതും. ആ ഒരു മനുഷ്യൻ, അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് കിട്ടേണ്ട പോലീസ് വേഷമാണ് ഞാൻ വിനായകന് കൊടുത്തത്, എന്നേക്കാൾ നന്നായിട്ട് വിനായകൻ അത് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു വേഷം വിനായകനെ ഏൽപ്പിച്ചതെന്നാണ്. ആ ഒരു വിശ്വാസം, വിനായകന് കൊടുത്ത ആ വിനായകനോടുള്ള
എന്നുള്ളൊരു വിശ്വാസം വിനായകൻ അതേപോലെ തന്നെ മമ്മൂട്ടിക്ക് കൊടുത്തൊരു വാക്ക് അത് വിനായകനും പാലിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും വിനായകനെ അങ്ങേയറ്റം സ്നേഹിച്ചുകൊണ്ട് വിനായകൻ എന്ന് പറയുന്ന മനുഷ്യനെ ചേർത്ത് പിടിച്ച ആ മനുഷ്യത്വമുള്ളൊരു മനുഷ്യനെ തന്നെ നമ്മളിവിടെ കാണുന്നു എന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് സ്നേഹത്തോടും കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.